മഴതോരും മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് പറയുന്നത്. രോഹിത് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് അലീനയെ കാണാൻ പോയതിനു ശേഷം വൈജയന്തിക്ക് വല്ലാതൊരു ദേഷ്യവും, രോഹിത്തിനെ കാണുന്നത് തന്നെ വൈജയന്തിക്ക് ഇഷ്ടമല്ല. വൈജയന്തി ബാക്കി രണ്ട് മക്കളും അലീനയുടെ അടുത്ത് പോവാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. കൃഷ്ണമോളോടും രോഹിത്തിനോടും ഉള്ളതിനേക്കാൾ സ്നേഹം ബബിതയോട് വൈജയ്ക്കുണ്ടായിരുന്നു. കാരണം ബബിത വൈജയന്തിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. അലീനയെ എതിർക്കുന്നതിന് വൈജയന്തിയുടെ ഒറ്റക്കെട്ടായി നിന്നത് ബബിതയാണ്. എന്നാൽ ആ ബബിത ഇപ്പോൾ തിരിഞ്ഞ് അലീനയുടെ പക്ഷം ചേർന്നിരിക്കുന്നു. അലീന എന്ന് പറയുമ്പോൾ അവൾക്ക് വല്ലാതൊരു സ്നേഹമാണ്. അവളെ എങ്ങനെയെങ്കിലും മാറ്റിമറിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്ന ചിന്തയിലാണ് വൈജയന്തി. വൈജയന്തി ബബിതയോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ രോഹിത്തിനെ കൊണ്ട് പോയത് കണ്ടില്ലേ? എന്താ നിങ്ങളെ കൊണ്ട് പോവാത്തത്? അപ്പോൾ അതിലെന്തോ അയാൾക്ക് ദുരുദ്ദേശം ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ട് പോവാത്തത് എന്താ? നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു അവളെ കാണണമെന്ന്? അല്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് വരുത്താത്ത എന്താ? ഓരോ വിഷയങ്ങൾ ഇങ്ങനെ കുത്തി 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 വെച്ച് ബബിതയ്ക്ക് ഉള്ളിൽ ഓരോ സംശയങ്ങൾ തോന്നുകയാണ്. ബബിത കൃഷ്ണമോളോട് പറയുന്നുണ്ട്, കൃഷ്ണമോളെ, അമ്മ പറയുന്നതിലും എന്തോ ഒരു ചെറിയ സത്യമില്ലേ? രോഹിതേട്ടനെ അച്ഛൻ കൊണ്ടുപോയി. അത് രോഹിതേട്ടൻ ഇവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അവസാനം രോഹിതേട്ടനെ അലീന ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി. എന്താ നമ്മളെ കൊണ്ടുപോവാത്തത്? അതിലെന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കില്ലേ? എവിടെയായിരിക്കും അലീന ചേച്ചി അച്ഛൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്? അവിടെ മറ്റാരെങ്കിലും കാണുമോ? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ. ഇതുവരെ അവിടുത്തെ ആൾക്കാരെ പറ്റി ആരെയും അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ. അലീന ചേച്ചിയും കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ കൃഷ്ണമോളെ? എൻ്റെ പൊന്നു ചേച്ചി, അമ്മ പറയുന്നൊന്നും കേട്ടിട്ട് ചേച്ചി ഓരോ കാര്യങ്ങൾ തലയിലെടുത്ത് വെക്കരുതേ. അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാലോ. ചേച്ചി പണ്ട് എങ്ങനെയായിരുന്നെന്ന് ചേച്ചിക്ക് അറിയാലോ. അവിടെ നിന്നെല്ലാം ചേച്ചിയെ രക്ഷിച്ചു കൊണ്ടുവന്നത് അലീന ചേച്ചിയാ. അലീന ചേച്ചി മോശപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാക്ക് പോലും ചേച്ചി പറയരുത്. അത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെടില്ല. അമ്മ ഇങ്ങനെ ഓരോന്നും കുത്തി നിറച്ച് കൊണ്ടുതരും. അതൊന്നും എടുത്ത് തലയിൽ കയറ്റി വെക്കരുതേ ബബിതേച്ചി. അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാമല്ലോ. ആരെയും എപ്പോഴും ഒരു കുറ്റം പറച്ചില്ല, പ്രത്യേകിച്ച് അലീന ചേച്ചിയെ. അലീന ചേച്ചിയെ ഒന്നാമതേ അമ്മയ്ക്ക് കണ്ടുകൂടാ. എന്നിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മളെ കൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഓരോന്ന് ചെയ്യുന്നത്. അത് ചേച്ചിക്ക് മനസ്സിലായില്ലേ? ചേച്ചി മുന്നേ അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ. ഇപ്പോൾ ചേച്ചിയും കൂടെ തിരിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതാ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമില്ല ബബിതേച്ചി. അങ്ങനെ കൃഷ്ണമോള് ബാലചന്ദ്രൻ വരുന്നത് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ വന്ന പാടെ തന്നെ കൃഷ്ണമോള് ഈ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അച്ഛാ, ഒന്ന് നിൽക്കണേ അച്ഛാ. എന്താ മോളെ, എന്താ ഇന്നിവിടെ വീണ്ടും പ്രശ്നം ഉണ്ടായോ? ഹാ, അതിനെപ്പറ്റി പറയാനല്ല അച്ഛാ. ഇവിടെ എന്തും പ്രശ്നമില്ലാത്ത ദിവസങ്ങളുണ്ടോ? അമ്മ ഇങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. രോഹിതേട്ടനെ അച്ഛൻ അലീന ചേച്ചിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയില്ലായിരുന്നോ? അപ്പോഴേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇപ്പോൾ ഓരോന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. അമ്മ പറയുക, എന്തുകൊണ്ടാ നിങ്ങൾ രണ്ടുപേരെയും അലീന ചേച്ചിയെ കാണിക്കാൻ കൊണ്ടുപോകാത്തത്? അലീന ചേച്ചി എവിടെയാണ് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്? അലീന ചേച്ചി എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ. അവിടെ ആരൊക്കെ ഉണ്ട്? എന്തിനാ അലീന ചേച്ചി പോയത്? ഇങ്ങനെ ഒരു 100 കൂട്ടം ചോദ്യം അച്ഛാ ചോദിക്കുന്നത്. ബബിതേച്ചിയോടും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ബബിതേച്ചിക്കും എന്തൊക്കെയോ സംശയങ്ങളാ. അച്ഛൻ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോന്നാ ഇപ്പോൾ ബബിതേച്ചിയുടെ സംശയം. ബബിതേച്ചിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അച്ഛാ. അതാ, ഞാനായിരുന്നെങ്കിലും അങ്ങനെയൊക്കെയല്ലേ അച്ഛ ചിന്തിക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് സത്യം അറിയാന്നുള്ളത് കൊണ്ടല്ലേ ഞാനിപ്പോൾ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ബബിതേച്ചിയോട് ഞാൻ എന്ത് പറയുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അച്ഛാ. എനിക്കറിയില്ല ബബിതേച്ചിയും ഇനി പഴയ പടിക്ക് പോവുമെന്നാ. അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ബബിതേച്ചി ആ പഴയ ബബിതേച്ചി ആക്കി മാറ്റും. അതാ അച്ഛൻ എനിക്ക് പേടി. മോള് സങ്കടപ്പെടേണ്ട, ഞാൻ സംസാരിച്ചോളാം അവളോട്. അച്ഛനൊരു ചായ ഇട്ടിട്ട് വന്നേ, അച്ഛൻ മോളിൽ കാണും എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോവുകയാണ്. കൃഷ്ണമോള് ശരിയച്ച എന്ന് പറഞ്ഞതിന് ശേഷം ചായ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വീണ്ടും ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അച്ഛാ, അലീന ചേച്ചി സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അലീന ചേച്ചി എവിടെയാണെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞില്ല. കുളത്തൂപ്പുഴയാണെന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞോളൂ. ആരുടെ വീട്ടിലാണ്, എവിടെയാണ്, അലീന ചേച്ചിക്ക് എന്താണ് ജോലി, ഈ കാര്യങ്ങളൊന്നും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. എന്താ അച്ഛാ? അപ്പോൾ അമ്മ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു മറുപടിയും ഇല്ല അച്ഛാ. മോളെ, അച്ഛൻ നിങ്ങളെ പറ്റിച്ച് എന്തെങ്കിലും ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, അതല്ല അച്ഛാ.
എന്നാലും അറിയാനൊരാഗ്രഹമുണ്ടാ. അലീന ചേച്ചി എവിടെയാണെന്ന് അറിയാനൊരാഗ്രഹം. ആരുടെ കൂടെയാണ്? അലീന ചേച്ചി എന്തിനാണ് പോയത്? അവിടെ ജോലിക്ക് പോയതാണോ അതോ ഇനി മറ്റെന്തെങ്കിലും പോയതാണോ? അങ്ങനെയൊക്കെ അറിയാനൊരാഗ്രഹം അച്ഛാ. ഞാൻ മറ്റാരോടും പറയില്ല. അച്ഛൻ രോഹിയേട്ടനെ കൂട്ടിക്കൊണ്ട് പോയല്ലോ. രോഹിയേട്ടൻ തിരിച്ചു വന്നപ്പോൾ രോഹിയേട്ടൻ്റെ മുഖത്ത് വളരെ സങ്കടമായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് രോഹിയേട്ടൻ ഒന്നും പറഞ്ഞില്ല അച്ഛാ. അച്ഛൻ പറയച്ചാ, മോളെ നിന്നോട് ഞാൻ പറയാം. നിനക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ടും നീ ആരോടും ഇത് വിളിച്ച് പറയില്ല എന്നുള്ളത് കൊണ്ടും അച്ഛൻ നിന്നോട് മാത്രം പറയാം. അലീന പോയിരിക്കുന്നത് എവിടേക്കാ അച്ഛാ അലീന ചേച്ചി പോയത്? കുളത്തൂപ്പുഴയിലേക്കല്ലേ? ആ, കുളത്തൂപ്പുഴയിൽ ഒരു പ്ലാന്ററിന്റെ വീട്ടിലാ. പ്ലാന്റർ എന്ന് പറഞ്ഞാൽ ആ അതൊരു വലിയ എസ്റ്റേറ്റ് മുതലാളിയാ. അതാരാ അച്ഛാ? അത് അലീനയുടെ അച്ഛനാ മോളെ. വലിയ ഷോക്കോട് കൂടിയാണ് കൃഷ്ണമോൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛാ, അപ്പോ അലീന ചേച്ചിയുടെ പപ്പ എന്ന് പറയുമ്പോൾ അമ്മയുടെ ആദ്യ ഭർത്താവല്ലേ? അതെ മോളെ, നിന്റെ അമ്മയ്ക്ക് അയാളിൽ ഉണ്ടായ കുഞ്ഞല്ലേ അലീന. അപ്പോൾ അവളെ സ്വന്തം അച്ഛൻ്റെ കൂടെ തന്നെയാ ഉള്ളത്. അച്ഛൻ എങ്ങനെയാ അച്ഛാ അലീന ചേച്ചിയുടെ അച്ഛനെ കണ്ടുപിടിച്ചത്? അച്ഛൻ ഒരുപാട് പാടുപെട്ടോ? എന്ത് കാര്യം പറഞ്ഞു അച്ഛൻ? അച്ഛൻ ആരാണെന്ന് പറഞ്ഞു? എല്ലാം പറയേണ്ടി വന്നു മോളെ. ആ സാഹചര്യത്തിൽ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. അവളെ സുരക്ഷിതമായിട്ട് കൈകളിൽ ഏൽപ്പിക്കണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു നടന്നു. അവസാനം അയാളെ ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് അച്ഛൻ അലീന ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ അയാൾ അലീന ചേച്ചി ഏറ്റെടുക്കാൻ തയ്യാറായോ അച്ഛാ? ആദ്യം അത് അയാളുടെ മകളാണെന്ന് എങ്ങനെ ഉറപ്പിച്ചു? അയാള് എന്തെങ്കിലും ചതിക്കുമോ അച്ഛാ അലീന ചേച്ചിയെ? ഇല്ല മോളെ, അലീനയെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് പിടികിട്ടി അയാളുടെ മകളാണെന്ന്. 2-3 ദിവസം സമയമെടുത്തു അയാൾക്ക് ആലോചിക്കാൻ, അലീനയെ കൊണ്ടുപോകണമോ ഇവിടെ നിർത്തണമോ എന്ന്. അവസാനം അയാൾ ഒരു മറുപടി പറഞ്ഞു, അയാളെ മകളെ അയാൾക്ക് വിട്ടു തന്നേക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ അലീനയെ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. നിന്റെ അലീന ചേച്ചിക്കും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. കൊണ്ടുപോകുന്ന വഴിക്ക ആ പാവത്തിനോട് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അവക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതിനോടൊക്കെ അവൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അവളുടെ പപ്പയല്ലേ, സ്നേഹിക്കാതിരിക്കാൻ എങ്ങനെയാ കഴിയുക? അപ്പോ അലീന ചേച്ചിയുടെ അച്ഛൻ വലിയൊരു പണക്കാരനാണോ അച്ഛാ? അതെ മോളെ, അച്ഛനെക്കാളും വലിയ. അച്ഛൻ എന്താടി, വലിയ ഒരു മുതലാളി അയാള്. അയാൾക്കൊരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട് കുളത്തൂപ്പുഴയില്. അവിടെയാ നിന്റെ അലീന ചേച്ചി ഉള്ളത്, വലിയൊരു ബംഗ്ലാവില്. അവിടത്തെ വേലക്കാരിയായിട്ടൊന്നും അല്ല കേട്ടോ, അയാളുടെ മകളായിട്ട്. ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളായിട്ടാ നിന്റെ അലീന ചേച്ചി അവിടെ കഴിയുന്നത്. അവൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ ആളുണ്ട്, അവളുടെ കാര്യങ്ങൾ നോക്കാൻ ആളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അലീന ചേച്ചി ഞങ്ങളെയൊക്കെ ഓർക്കോ അച്ഛാ? എന്താടി മോളെ, അവളെപ്പറ്റി നീ ഇങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ മറക്കാനായി അവൾക്ക് കഴിയോ? എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾ അവളുടെ സഹോദരങ്ങളല്ലേ. അവൾ എങ്ങനെ മറക്കാനാ? അല്ലെങ്കിലും അവളുടെ സ്വഭാവം നിനക്കറിയില്ലേ. എന്നും നിങ്ങളെ ഓർക്കും, എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. എനിക്കറിയാം അച്ഛാ, അലീന ചേച്ചി അങ്ങനെയൊന്നും ഞങ്ങളെ മറക്കില്ല എന്ന്. അവരുടെ ഈ സംഭാഷണമെല്ലാം ബബിത കേൾക്കുന്നുണ്ടായിരുന്നു. താഴെ ഒരു ഫോൺ കോൾ വരികയും അതെടുത്ത് ബാലചന്ദ്രന്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സമയത്താണ് ബാലചന്ദ്രനും കൃഷ്ണമോളും തമ്മിൽ സംസാരിക്കുന്നത് ബബിത കേൾക്കാൻ ഇടയാവുന്നത്. എന്താണ് അവർ സംസാരിക്കുന്നത്? സ്റ്റാൻലി ജോസഫ് എന്നും അലീനയെന്നും വൈജയെന്നും ഒക്കെ പേര് കേൾക്കുമ്പോൾ ബബിത ആ വാതിലിന്റെ അടുക്കിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണമോള് പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്ന ബബിതയാണ് കൃഷ്ണമോള് കാണുന്നത്. കൃഷ്ണമോളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കുന്ന ബബിതയെ കാണുമ്പോൾ കൃഷ്ണമോള് പറയാണ്, ചേച്ചി. ആ കൈകൾ തട്ടി മാറ്റി ബബിത ഓടി റൂമിലേക്ക് കയറുന്നുണ്ട്. കൃഷ്ണമോള് പുറകെ ഓടിച്ചെന്ന് അവളുടെ ഡോറ് തട്ടുമ്പോൾ തട്ടി തുറന്നകത്തേക്ക് കയറുന്ന സമയത്ത് അവളുടെ കട്ടിലിൽ കിടക്കുന്ന സാധനങ്ങളെടുത്ത് കൃഷ്ണമോളുടെ ദേഹത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഇറങ്ങി പൊയ്ക്കോളണം, നീയൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ, എന്നെ ചതിക്കുകയായിരുന്നല്ലേ. എന്നോട് ഒരൊറ്റ വാക്ക് പോലും ആരും പറഞ്ഞില്ല. അലീന ചേച്ചി നമ്മുടെ അമ്മ പ്രസവിച്ച മകളാണെന്ന് ആരും പറഞ്ഞില്ല. നീ പോലും എന്നോട് പറഞ്ഞില്ല. അപ്പോ അച്ഛൻ നിന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. നിനക്കറിയായിരുന്നു അലീന ചേച്ചി നിന്റെ സ്വന്തം ചേച്ചിയാണെന്ന്.
അതുകൊണ്ട് തന്നെയാണ് അമ്മയെ നീ എതിർത്തതും അച്ഛനെ സപ്പോർട്ട് ചെയ്തതും തുടക്കം മുതൽ. പക്ഷെ എന്തുകൊണ്ട് നീ എന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല? അമ്മ എന്തെല്ലാം വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞു. അലീന ചേച്ചിയെ അച്ഛനെയും ചേർത്ത് വെച്ച് അമ്മ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആദ്യമൊക്കെ ഞാനും അത് വിശ്വസിച്ചില്ലേ. എന്തൊക്കെയോ പറഞ്ഞു അലീന ചേച്ചിയുടെ മുഖത്തു നോക്കി. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അപ്പോഴെങ്കിലും കൃഷ്ണേ, നിനക്കൊരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ അത് നമ്മുടെ സ്വന്തം ചേച്ചിയാണെന്ന്? അമ്മയ്ക്ക് കല്യാണത്തിന് മുന്നേ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന്. ഇതൊക്കെ പറഞ്ഞ് അവള് പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. കൃഷ്ണമോള് വീണ്ടും അടുത്തേക്ക് വന്ന് ബബിതയുടെ തോളിൽ തട്ടി പറയുന്നുണ്ട്, ചേച്ചിയുടെ അന്നത്തെ സ്വഭാവം അങ്ങനെ അല്ലായിരുന്നോ? ആരെന്തു പറഞ്ഞാലും കേൾക്കാൻ കൂട്ടാക്കില്ല, ഒന്നും വിശ്വസിക്കില്ല. ചേച്ചിക്ക് ചേച്ചിയുടെ തോന്നിയ പാട്. അലീന ചേച്ചി ഇഷ്ടമല്ല. ആ സമയത്ത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ചേച്ചി അത് ഉൾക്കൊള്ളില്ല. ഉടനെ അമ്മയുടെ അടുത്ത് ചെന്ന് പറയും. അതുകൊണ്ടാ ചേച്ചി പറയാത്തത്. ഇന്ന് ചേച്ചി ഒരുപാട് മാറി. പക്ഷേ എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയല്ലേ. എന്തെങ്കിലും അമ്മ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അമ്മ എങ്ങനെയായിരിക്കും അത് പ്രതികരിക്കുക എന്ന് അറിയാമോ ചേച്ചിക്ക്? അതുകൊണ്ടാ ചേച്ചിയോട് പറയാത്തത്. സോറി ചേച്ചി. അവള് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് കൃഷ്ണമോളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, കൃഷ്ണ, എനിക്ക് അലീന ചേച്ചിയെ കാണണം. എനിക്കിപ്പോൾ തന്നെ അലീന ചേച്ചിയെ കാണണം. എന്താ ചേച്ചി ഇത്? ഒത്തിരി ദൂരെയല്ലേ അലീന ചേച്ചി ഉള്ളത്? നമുക്കൊരു ദിവസം പോവാം. ഇല്ല, എനിക്കിപ്പോൾ അലീന ചേച്ചിയെ കാണണം. നീ അച്ഛനോട് പറയ് ഞങ്ങളെയും കൂട്ടി അലീന ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാൻ. എനിക്കിപ്പോൾ തന്നെ കാണണം. നമുക്ക് വീഡിയോ കോൾ വഴി സംസാരിക്കാം. അലീന ചേച്ചിയെ അങ്ങനെ കാണാമല്ലോ. പറ്റില്ല, എനിക്കിപ്പോൾ അലീന ചേച്ചി നേരിട്ട് കാണണം. അലീന ചേച്ചിയോട് ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് മാപ്പ് പറയണം. എന്താ ചേച്ചി, അതൊക്കെ പണ്ടേ കഴിഞ്ഞതല്ലേ. ഇല്ല, എനിക്ക് എൻ്റെ അലീന ചേച്ചിയെ കണ്ടേ പറ്റുള്ളൂ. വാ ചേച്ചി, വാ, ഒന്ന് സമാധാനപ്പെട്. നമുക്ക് വീഡിയോ കോൾ വിളിക്കാം. അവസാനം കൃഷ്ണമോള് പറയുന്നത് കേട്ട് ബബിത അലീനയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഡൈനിങ് ടേബിളിലിരുന്ന് ബബിതയും കൃഷ്ണമോളും അലീനയെ വിളിക്കുമ്പോൾ അതുവഴി വൈജയന്തി വരുന്നുണ്ട്. വൈജയന്തി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ബബിത കരഞ്ഞുകൊണ്ട് അലീനയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ചേച്ചി, എനിക്ക് ചേച്ചിയെ കാണണം എന്ന് പറയുന്ന സമയത്ത് വല്ലാത്ത ദേഷ്യത്തോടു കൂടി വൈജയന്തി അടുത്ത് വന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി ബബിത ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെ കാണിക്കുന്നത്? എന്തിന്റെ കുഴപ്പം അമ്മയ്ക്ക്? അമ്മ എന്തിനാ എൻ്റെ ഫോൺ ഇപ്പോൾ എടുത്തത്? അമ്മ എന്തിനാ അത് കട്ടാക്കിയത്? ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലേ അമ്മ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ. അമ്മ എന്തിനാ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്നത്? ആ ഫോണിങ് തന്നെ അമ്മേ. അപ്പോൾ ദേഷ്യത്തോടു കൂടി വൈജ പറയാണ്, നീ എന്തിനാ ഇപ്പോൾ അവളെ വിളിച്ചത്? ആ നാശത്തിന്റെ പേര് ഈ വീട്ടിൽ പറയരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കേൾക്കണ്ട. അവളുടെ അലീന ചേച്ചി ഒരു സ്നേഹം, ഇതുവരെ ഇല്ലാത്ത സ്നേഹം നിനക്കൊക്കെ എപ്പോഴാടി വന്നത്? ആ വൃത്തികെട്ടവൾ ഓരോന്ന് പറഞ്ഞ് നിന്നെയൊക്കെ മയക്കി വച്ചിരിക്കുക. നിന്റെയൊക്കെ അച്ഛനെ മയക്കി, പിന്നെയാ നിന്നെയൊക്കെ. എന്തിനാടി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ആ വൃത്തികെട്ടവളുടെ പേര് വീട്ടിൽ ഇനി മേലാൽ വേണ്ടി പോവരുത്. അമ്മയ്ക്ക് എന്തിന്റെ കുഴപ്പമാ അമ്മേ? ഞങ്ങൾ അലീന ചേച്ചിയെ വിളിക്കുന്നതെന്ന് കരുതി അമ്മയ്ക്ക് ഇത് എന്തിന്റെ കുഴപ്പമാ? അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാതിരിക്കണമെന്നുണ്ടോ? അത് സാധിക്കില്ല അമ്മേ. അമ്മ ഇങ്ങനെ ഞങ്ങളെ അടക്കി ഭരിക്കാൻ അമ്മ അത്ര നല്ലവളാണോ? ഇത് കേൾക്കുമ്പോ വൈജയന്തി ചോദിക്കാണ്, എന്താടി നീ പറഞ്ഞത്? നീ എന്നെ ചോദ്യം ചെയ്യാറായോ? ഞാൻ നല്ലവളാണോന്നോ? എന്നാ ഞാൻ മോശക്കാരി ആയത്? അലീന വന്നപ്പോഴോ? അതിനു മുമ്പ് ഞാൻ നല്ലവളായിരുന്നല്ലോ. അമ്മ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കല്യാണത്തിന് മുമ്പ് അമ്മയുടെ അഴിഞ്ഞാട്ട കഥകളൊന്നും എന്നെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കരുത് അമ്മേ. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അവളിങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കണ്ണൊക്കെ നിറഞ്ഞ് ബബിതയുടെ മുഖത്ത് ഒറ്റ നിമിഷം ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഭാവമൊക്കെ മാറി ബബിതയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നീ എന്താ ചോദിച്ചത്? അമ്മയുടെ അഴിഞ്ഞാട്ട കഥകളോ? നീ എൻ്റെ മുഖത്ത് നോക്കി തന്നെയാണോ ബബിത ചോദിക്കുന്നത്? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ? നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതേ ബബിതേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ അമ്മേ. അമ്മയുടെ പാട് നോക്കി പോയിക്കോ. അപ്പോൾ ഇതിനിടയ്ക്ക് കയറി കൃഷ്ണമോൾ പറയാണ്, എന്താ ചേച്ചി പറയുന്നത്? അമ്മയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ? അവള് പറയട്ടെടി. അവളെയൊക്കെ നോക്കി വളർത്തിയതിൻ്റെ ഇപ്പൊ തരുന്നത് അവളൊക്കെ. പറയട്ടെ അവള്.
എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ അമ്മേ. ഞാൻ മിണ്ടാതെ ഒരിടത്ത് അടങ്ങിയിരിക്കുക. അമ്മ എന്തിനാണ് എന്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇടപെടുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീണ്ടും കൃഷ്ണമോള് പറയുന്നു, ബബിതേച്ചി ഒന്ന് മിണ്ടാതിരിക്കുക. ഇതാ ബബിതേച്ചിയോട് ഓരോ കാര്യങ്ങളും ഞാൻ പറയാത്തത്. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ ബബിതേച്ചി. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ബബിത തിരിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. വീണ്ടും വൈജയന്തി അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്, എന്തായിരിക്കും ബബിത അങ്ങനെ പറയാൻ കാര്യം. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പഴയ കഥകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ ബബിതയോട്? ഏയ് ഇല്ല, ദേഷ്യം വന്നപ്പോൾ എന്തോ പറഞ്ഞതായിരിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് അവൾ റൂമിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആൽബം എടുത്ത് മറിച്ച് നോക്കുന്നുണ്ട്. സ്റ്റാൻലി ജോസഫിന്റെ ഫോട്ടോ കാണുമ്പോൾ അതിനെ ഇങ്ങനെ വലിച്ചെടുത്ത് ചുരുട്ടിപ്പിടിച്ച് അവളിങ്ങനെ പറയുന്നുണ്ട്, ഇയാൾ ഒറ്റ ഒരുത്തനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. എന്നെ സ്നേഹം നടിച്ച് ഒരു കുഞ്ഞിൻ്റെ അമ്മയാക്കി അയാൾ കടന്നു കളഞ്ഞു. ഇപ്പോൾ മറ്റൊരു വിവാഹമൊക്കെ കഴിച്ച് സുഖമായിട്ട് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവും. സമ്മതിക്കില്ല, വിടില്ല ഞാൻ അയാളെ. എൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് അയാളെ ഞാൻ സുഖമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ എങ്ങനെ അയാളെ കണ്ടുപിടിച്ച് അയാളുടെ കുടുംബം നശിപ്പിക്കും. അങ്ങനെ പഴയ ഒരു ഫോൺ നമ്പർ അതിലുണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് വൈജ വിളിക്കുന്നുണ്ട്. അപ്പുറത്തുനിന്ന് എടുക്കുന്നത് റോബിൻ്റെ ഭാര്യ ആൻസി ആയിരിക്കും. ആരാ? വൈജയന്തി പറയുന്നുണ്ട്, ഇത് ലാലിച്ചൻ്റെ വീടല്ലേ? സ്റ്റാൻലി ജോസഫിൻ, റിട്ടയർഡ് കേണൽ. അയ്യോ, ചേട്ടൻ ഇപ്പോൾ ഇവിടെ അല്ല കേട്ടോ, വേറൊരു വീട്ടിലാ. ഇത് ഇവിടത്തെ നമ്പരാ. അവിടുത്തെ നമ്പറൊന്ന് തരാവോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? അത് അത് ഞാനൊരു പരിചയക്കാരിയാ. മുന്നേ ആഗ്രയിൽ വെച്ച് പരിചയപ്പെട്ടതാ. ഇപ്പോൾ ഒരാവശ്യം ഉണ്ടായിരുന്നു. ആ നമ്പറൊന്ന് തരുവോ? ആ അതിനെന്താ, ഞാൻ തരാം കേട്ടോ എന്ന് പറഞ്ഞ് ആൻസി ആ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. വൈജയന്തി അത് ഫോണിൽ ടൈപ്പ് ചെയ്ത് വിളിക്കുകയാണ്. ലാലിച്ചനായിരിക്കും ഫോൺ എടുക്കുന്നത്. ഹലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ വൈജയന്തി അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. 23 വർഷങ്ങൾക്ക് ശേഷം ലാലിച്ചൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ 23 കൊല്ലം അവൾ പുറകെ പോകുന്നുണ്ട്. ആഗ്രയിൽ അവളെ സ്നേഹിച്ച് നടന്ന ലാലിച്ചൻ അവളെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ കിട്ടാത്ത സ്നേഹങ്ങളെല്ലാം ഒരുമിച്ച് തന്നയാള്, ലോകം കാണിച്ചു തന്നയാള്, സ്നേഹിക്കാൻ പഠിപ്പിച്ചയാള്. താജ്മഹലും യമുനാ തീരവും ഒക്കെ എത്ര കറങ്ങി നടന്നതാ. അങ്ങനെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓർത്തെടുക്കുമ്പോഴും അവൾക്കിങ്ങനെ ദേഷ്യം കൂടി കൂടി വരികയായിരുന്നു. ലാലിച്ചൻ അവിടെ നിന്ന് 1-2 പ്രാവശ്യം ഹലോ ഹലോ എന്ന് വിളിക്കുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വല്ലാത്ത ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്ന വൈജയന്തി കണ്ണുകളൊക്കെ നിറഞ്ഞ്, ആരാ സംസാരിക്കുന്നത് എന്ന് വീണ്ടും ലാലിച്ചൻ ചോദിക്കുന്നുണ്ട്. ഒരു ഉത്തരവും പറയാനാകാതെ വല്ലാതെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന വൈജയന്തി, നിങ്ങൾ ആരാ സംസാരിക്കുന്നത് എന്ന് വീണ്ടും സ്റ്റാൻലി ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ വൈജയന്തി ഫോൺ അങ്ങ് കട്ടാക്കുകയാണ്. അപ്പോൾ അലീന സ്റ്റാൻലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആരാ പപ്പ വിളിച്ചത്? അറിയില്ല മോളെ, റോങ് നമ്പർ ആയിരുന്നെന്ന് തോന്നുന്നു. 2-3 പ്രാവശ്യം ഹലോ എന്ന് വിളിച്ചു, പക്ഷേ ഒന്നും മിണ്ടിയില്ല. ആ ആരോ. ഓ, പപ്പയെ ആര് വിളിക്കാനാ? ശരിയാ, ആരെങ്കിലും കോള് മാറി വന്നതായിരിക്കും. അല്ലാതെ പപ്പയ്ക്ക് സുഹൃത്തുക്കളായിട്ടൊന്നും ആരുമില്ലേ പപ്പ? അല്ലെങ്കിലും ഹോ, ഇങ്ങനൊരു സ്വഭാവമുള്ള ആര് ഫ്രണ്ടാക്കാനാ? ആരും ആ സാഹസത്തിന് എന്തായാലും മുതിരില്ല. ഒന്ന് പോടി അവിടുന്ന്. പണ്ടൊക്കെ ഞാനും ഇത്ര കടുപ്പക്കാരനൊന്നും അല്ലായിരുന്നു. പാവമായിരുന്നു, നിന്റെ അമ്മയെ പോലെ. ഏ, എൻ്റെ അമ്മയെ പോലെ പാവമെന്നോ? ആ ശരിയാ, സത്യമാടി മോളെ. ഇതുപോലൊരു പാവത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ആരോടും ദേഷ്യപ്പെടാൻ അറിയില്ല, മറുത്തൊരു വാക്ക് പറയാൻ അറിയില്ല. എപ്പോഴും സ്നേഹത്തോട് മാത്രം സംസാരിച്ച് ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന വൈജയന്തി. അതായിരുന്നു ഇപ്പോഴും എൻ്റെ മനസ്സിൽ വൈജയന്തിയുടെ മുഖം. അവളെ സ്വഭാവം എങ്ങനെ ഇങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല മോളെ. എനിക്ക് അതിശയം തോന്നുന്നു. അതൊക്കെ ചിലപ്പോൾ അമ്മയുടെ ജീവിതാനുഭവങ്ങൾ തന്നെ പഠിപ്പിച്ചതായിരിക്കും പപ്പ. അന്ന് അവിടെ നിന്നും പപ്പ നാട്ടിലേക്ക് പോന്നപ്പോൾ ഗംഗാധരൻ അങ്കിളും
അപ്പൂപ്പനും കൂടെ ചേർന്ന് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ? അതിനുശേഷം പപ്പ അന്വേഷിച്ച് ചെന്നില്ല എന്നല്ലേ അമ്മ വിചാരിക്കുന്നത്? പപ്പ മറ്റൊരു കല്യാണം കഴിച്ച് അമ്മയെ ചതിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു എന്നായിരിക്കും അമ്മ വിചാരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം അമ്മയെ മറ്റൊരു വൈജയന്തിയാക്കി മാറ്റിയതായിരിക്കും. ആയിരിക്കാം. അല്ലാതെ അവൾക്കിങ്ങനെ മാറാൻ കഴിയില്ല. പപ്പ, ഇനി എന്നെങ്കിലും പഴയതുപോലെ അമ്മയെ കാണാൻ കഴിയോ? സ്നേഹത്തോടു കൂടി പപ്പയും അമ്മയും ഇനി എന്നെങ്കിലും ഒരുമിച്ച് ജീവിക്കുവോ? എന്താ മോളെ നീ പറയുന്നത്? ഇനി ഞങ്ങൾ ഒരുമിക്കാനോ? ഒരിക്കലും നടക്കില്ല. അറിയാം പപ്പ, ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. പപ്പയും അമ്മയും ഞാനും ഉള്ള ഒരു ദിവസം അത് സ്വപ്നം മാത്രം അല്ലേ പപ്പ? ഒന്നും മിണ്ടാതെ സ്റ്റാൻലി തലകുനിച്ചു നിന്നു. എനിക്കറിയാം മോളെ, എനിക്കറിയാം നീ ആഗ്രഹിക്കുന്നത് ഞാനും വൈജയന്തിയും നീയും സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതവും. അതിനി നടക്കില്ല മോളെ. വർഷം കടന്നു പോയിരിക്കുന്നു. നീ ബാലചന്ദ്രനെ പറ്റി ഓർക്കുന്നില്ലേ? അല്ല, ഞാനിപ്പോ പറയുന്നതും ശരിയല്ല. പാവോ അച്ഛൻ എന്തെല്ലാം സഹിച്ചാ ജീവിക്കുന്നത്. ഇതുപോലൊരു അച്ഛനെ കിട്ടിയത് കൊണ്ടല്ലേ പപ്പയുടെ അടുത്തേക്ക് എനിക്ക് വരാൻ കൂടെ സാധിച്ചത്. ഞാനങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. ഞാൻ എൻ്റെ കാര്യം മാത്രം ഓർത്തു. അച്ഛൻ്റെ കാര്യങ്ങളെ പറ്റിയോ അച്ഛൻ്റെ സങ്കടങ്ങളെ പറ്റിയോ ഞാൻ ചിന്തിച്ചില്ല. വൈജയന്തി 23 വർഷങ്ങൾക്ക് ശേഷം സ്റ്റാൻലി ജോസഫിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അവൾ അന്ന് ജീവിച്ചിരുന്ന കാലത്തെ പറ്റിയെല്ലാം ചിന്തിച്ച് ദേഷ്യവും സങ്കടവും എല്ലാം കടിച്ചമർത്തി ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ അവിടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മേ, ഈ റൂമിൽ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലല്ലോ? അമ്മയ്ക്ക് എന്താ സുഖമില്ലേ? എന്ത് പറ്റി അമ്മേ? അമ്മ ലൈറ്റിട്, രാത്രിയായി. നീ പോ കൃഷ്ണ, എനിക്കൊന്ന് തനിച്ച് കിടക്കണം. എന്താ അമ്മേ, സുഖമില്ലേ? അമ്മയ്ക്ക് ടാബ്ലറ്റ് വേണോ? എനിക്കൊന്നും വേണ്ട. എന്നെ ഒന്ന് ശല്യപ്പെടുത്താതിരുന്നാ മതി. നീയൊക്കെ കൂടെ ഓരോന്ന് വിളിച്ചു പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നീയൊക്കെ? അമ്മേ, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. ബബിതേച്ചി എന്തെങ്കിലും വിളിച്ചു പറയുന്നതാ. അമ്മ അത് കാര്യമൊന്നും ആക്കണ്ട. അമ്മയ്ക്കറിയാലോ ബബിതേച്ചിയുടെ സ്വഭാവം. ദേഷ്യം വന്ന വായി തോന്നുന്നത് വിളിച്ചു പറയും. എന്താ പറയുന്ന പോലും ചിന്തിക്കൂല. കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും ബബിതേച്ചിക്ക് ബോധം ഉണ്ടാവുന്നത്. അത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അമ്മയ്ക്ക് എങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് പോ കൃഷ്ണ, ഞാൻ പറഞ്ഞു എന്നെ ശല്യപ്പെടുത്തരുതെന്ന്. ഓ, ഞാനങ്ങ് പോയേക്കാവേ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി വാ. അമ്മയ്ക്ക് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ, നീ പോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ പുറത്തേക്കാക്കുന്നുണ്ട്. വീണ്ടും അവിടെ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്തു കിടക്കുകയാണ് വൈജ. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.